രാവിലെ എന്താ കഴിച്ച്? ചായ കുടിച്ചോ? കടി എന്താ കഴിച്ച്? പൊറോട്ടയോ? റോഡരികിലെ പോസ്റ്റുകളിലെല്ലാം കണ്ടിട്ടുണ്ടാവും മഴ, സലാമത്ത് വക കൽപ്പറ്റ, ഇടി, കാറ്റ്. വടിവെത്ത അക്ഷരങ്ങളിൽ ഇങ്ങനെയുള്ള എഴുത്ത് ഒത്തിരി കാലമായി കണ്ടു തുടങ്ങിയിട്ട്. സലാമത്തിൻ്റെ കൈയക്ഷരങ്ങൾക്കൊക്കെ ഇപ്പോൾ കുറച്ച് മാറ്റം വന്നു തുടങ്ങി. സലാമത്ത്, എന്നെ ഓർമ്മയുണ്ടോ? WM സ്കൂളിലെ മാഷ, ഓർമ്മയുണ്ടോ? എന്താ രാവിലെ കഴിച്ച്? സലാമത്ത്, എന്താ രാവിലെ കഴിച്ച്? ചായ വാങ്ങി തരട്ടെ? ചായ വാങ്ങി തരാം, വാ. വിശക്കുന്നില്ലേ? ഇങ്ങോട്ട് വാങ്ങിക്കാം, ചായ വാങ്ങിക്കാം. കുടിക്കോ? കുടിക്കില്ല? മരുന്ന് കഴിച്ചോ? എന്തോ? ഞാൻ ഭക്ഷണം വാങ്ങാം ഇങ്ങോട്ട്. ഒരു ചായ. രാവിലെ എന്താ കഴിച്ച്? വേണ്ട. രാവിലെ എന്താ കഴിച്ച്? ചായ കുടിച്ചോ? കടി എന്താ കഴിച്ച്? പൊറോട്ടയോ? നമുക്ക് ഇവിടുന്ന് കഴിക്കാം. എന്നാ ഇവിടുന്ന് മാറിയിരിക്കാം, അവിടെ ഒരു പണിയെടുക്കണ്ട, ഇങ്ങോട്ട് മാറിയിരിക്കാം. ഞാൻ ചായ പറയട്ടെ കേട്ടോ? ചായ കുടിക്കാം. വേണ്ട. കൊറോണക്കാലത്ത് മീനങ്ങാടി സ്കൂൾ പരിസരത്തുള്ള രാഘവേട്ടൻ്റെ കടത്തിണ്ണയിൽ വെച്ചാണ് ഞാനും സലാമത്തും ഒത്തിരി നേരം സംസാരിച്ചത് ആദ്യമായി. തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞു. സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് വരുന്ന വഴി മീനങ്ങാടി സ്കൂൾ പരിസരത്ത് വഴിക്കണ്ണുമായി എന്നെ നോക്കിയിരിക്കുന്ന സലാമത്തിനെ ഞാൻ കണ്ടു. അന്ന് തുടങ്ങിയതാണ് ഈ സൗഹൃദം. മീനങ്ങാടി ടൗണിൽ എവിടെ വെച്ച് കണ്ടാലും ഉന്തുവണ്ടി നിർത്തി എന്നോട് സംസാരിക്കും. രാവിലെ മരുന്ന് കഴിച്ചു എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഇപ്പോൾ സലാമത്തിന് ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, മരുന്നൊക്കെ വാങ്ങിക്കാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി. എന്തോ ഇന്ന് അദ്ദേഹം ഇത്തിരി ക്ഷീണിതനാണ്. ഇന്നില്ല, പിന്നീടൊരിക്കലാവാമെന്ന് എന്നോട് പറഞ്ഞു.